ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ നിയമോള് ടൂറ് പോകുന്നതാണ്. അപ്പോൾ ആകെ അലങ്കോലമായിട്ടാണ് അടുക്കള കിടക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ അതാ എന്നെ സഹായിക്കാൻ നിതമോളും എണീച്ച് വന്നിട്ടുണ്ട്. കായ് വാട്ടുന്നതാണ്. വേഗം കായ് വാട്ടിയതും ചായയും കൊടുക്കും. അതിൻ്റെ ഇടക്ക് മാറ്റിയിട്ട് തന്നെ 2 ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വേറൊരു ഡ്രസ്സും ഉണ്ട്. അവൾ മുടിയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റ് പാലും വാങ്ങിയിട്ട് ജ്യൂസ് അടിച്ച് കായ് വാട്ടിയത് വെച്ച് കൊടുത്തേക്ക്. പിന്നെ ഒരു കുപ്പി വെള്ളം അവൾക്ക്. അതാ നീബൂസ് എണീച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താക്കി, ലേസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ലേസും ആക്കി കൊടുത്ത് അപ്പോഴത്തേക്കെല്ലാം പോകാൻ റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് ആയിഷ എന്ന് പറയുന്നത്. അവളോടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാം സെറ്റാക്കി നിർത്തിയിട്ട് ബസ് വരുമ്പോഴത്തേക്ക് കുട്ടികളെ എണ്ണമെല്ലാം എടുക്കുന്ന കേട്ടോ. അവർ ഓരോരുത്തരെ പേരും വിളിച്ചിട്ട് അങ്ങനെ അവരോട് നടക്കാൻ പറഞ്ഞ് ബസ് കയറാൻ പോകുന്നതാണ് കേട്ടോ. അവളങ്ങ് ബസ് കയറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ബസ് പോകുന്നത് വരെ കാത്തു നിന്ന് കേട്ടോ. അല്ലെങ്കിൽ നമുക്കെന്തോ മനസ്സിനൊരു ബേജാറാണ്. അതുകൊണ്ടാണ് എല്ലാ അമ്മമാരും കുട്ടികളെ കൂടെ തന്നെ ബസ് കയറ്റാനും പോകുന്നുണ്ട് കേട്ടോ. ഒരു വിധം കുട്ടികളുണ്ട്. ഇതിപ്പം 1, 2, 3, 4 ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ ബാക്കിലുള്ളത് ഇവർ 4ാം ക്ലാസ്സിലത്തെ കുട്ടികളാണ് കേട്ടോ. ഹൈവേ മേലാണ് ബസ് വന്ന് നിൽക്കുക. ഫുഡൊക്കെ പിന്നെ ഒരു നാസ്തിയും ഉച്ചക്കത്തെ ചോറും ലഞ്ചെല്ലാം സ്കൂള് മാഷെല്ലാം കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയാലും ജ്യൂസ് ആയാലും നമ്മൾ കൊടുത്ത് വിടുന്നത് കേട്ടോ. ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് കുറിക്കാനെല്ലാം ആയിട്ട് അല്ലാണ്ടുള്ള ഫുഡെല്ലാം അവർ കൊടുക്കും കേട്ടോ. രാത്രി ആവും വരാൻ, അതുവരെയുള്ള ഫുഡെല്ലാം അവർ കൊടുക്കും. ഇപ്പം പോകുന്നത് തലശ്ശേരി കോട്ട ഉണ്ട്, അതിൽ പോകും. പിന്നെ പോകുന്നത് കണ്ണൂർ സാധു വാട്ടർ പാർക്ക് ഉണ്ട് കണ്ണൂർ, അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ എത്തി. അരി അവിടെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. കക്രോട്ടിക്ക് വേണ്ടിയിട്ടാണ്. കക്രോട്ടിക്ക് ഉരുട്ടുന്ന എൻ്റെ നിതമോള് ഉരുട്ടിയിട്ട് തന്നത് കണ്ടിനാ. ഓ നിബൂസ് എണീച്ച് വരുന്നുണ്ട്. നിബൂസ് ഇതുവരെ എണീച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇതാക്കുക. വിശന്നിട്ട് നാസ്ത വരെ ആക്കിയിട്ടില്ല. ഇന്ന് നീയ പറഞ്ഞതാ കക്രോട്ടി ആക്കാന്ന്. ഓൾക്ക് ടൂറും കഴിഞ്ഞ് വരുമ്പോൾ നാസ്തക്ക് അങ്ങ് കൊടുക്കാമല്ലോ രാത്രിയിൽ. ഇറച്ചി അവിടെ അടുപ്പത്ത് ഞാൻ വെച്ചതാ. വേഗം വന്നിട്ട് എന്താക്കി, ഇറച്ചി അവിടെ അടുപ്പത്ത് വെച്ച് അത് വേവുമ്പോഴത്തേക്ക് ഇതങ്ങ് ഉരുട്ടിയിട്ട് വേപ്പിച്ചെടുത്താൽ വേഗം അങ്ങ് ആവുമല്ലോ. തേങ്ങയൊന്നും ചിരകിക്കില്ല കേട്ടോ. എല്ലാം പണി ബാക്കിയുണ്ട്. കുറച്ച് സമയം ഇരിക്കണം. കുറച്ച് പണി എടുത്താലും നല്ല ടേസ്റ്റിൽ കഴിക്കാം. മക്രൂണി കഴിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, മക്രൂണി അത്ര ഒരു ഇതില്ല, എനിക്കിഷ്ടല്ല. അതും മൈദയല്ലേ. ഇതാവുമ്പോ നല്ല ടേസ്റ്റാണ്. പാസ്ത എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇതാ ഒരാൾ എണീച്ച് വന്ന് നിൽക്കുന്ന, ഒരു ഹായ് കൊടുക്ക്. അങ്ങോട്ട് നോക്കിയാ, അത് നോക്കിയാ, ഇത് നോക്കിയാ, നിബൂസി അങ്ങോട്ട് നോക്കും, ഒരു ഹായ് കൊടുക്ക്. ഞാൻ ഓളെ പല്ലെല്ലാം തേപ്പിച്ചു കൊടുക്കട്ടെ. ഓളെ എണീച്ച് വരുന്ന
കഴുകുന്ന നീ പോ സ്കൂൾ പോവാണ്ട് ഇവിടെ പാത്രം കഴുകാൻ നിന്നതാ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട് പോ. നമ്മള് നാസ്ത കഴിക്കട്ടെ. ചൂടുണ്ട്. അടിപൊളിയാട്ടോ. ഇത് ചിക്കനെ കൊണ്ടാണ്, ബീഫിനെ കൊണ്ടും ആക്കും കേട്ടോ. അധികം ബീഫിനെ കൊണ്ടാണ്. എനിക്ക് പണി കിട്ടിയ കൊണ്ട് ഇന്ന് ചിക്കനാണ്. നാസ്ത കഴിച്ചിട്ട് ബാക്കി വിശേഷം. ചായയും ഈ കക്രോട്ടിയും വേറെ ഒരു വൈബാണ് കേട്ടോ മക്കളെ. എൻ്റെ മിഷ്യൻ ഒരു പണി തന്നിട്ടുണ്ട്. അപ്പം ഇതിനെന്ന് പോയിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് വരട്ടെ. ഓലോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല കേട്ടോ. ഒരു ഒപ്പരം വരുന്നുണ്ട് എൻ്റെ. അപ്പം മായിൽ എത്തണം. മായി പോയിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട്. അവിടെ നൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചെരുപ്പിടുന്നതാ. ഇതും താങ്ങി പിടിച്ചിട്ട് നോക്കുമ്പോൾ കട തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ അപ്പുറത്തെ കടയിൽ വെച്ചു കൊടുക്കുന്ന അവിടെ വെച്ചു കൊടുക്കട്ടെ ഞാൻ. പുതിയ മിഷ്യനാ. ഇനി നേരെ വീട്ടിലോട്ട്. ഇത് നോക്കിയാ അവരെന്തോ ഞാൻ വേറെ എവിടെയോ പോകുന്നെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വയ്യ തന്നെ വന്നതാ രണ്ടാളും. അങ്ങനെ ഇനി വീട്ടിൽ പോവാം. ആ നട്ടുച്ചക്ക് പാർക്കിൽ പോവാണ്. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ പാർക്കിൽ പോവാണ്. വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തിട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഒന്ന് ടൂറ് പോയി. ഒന്നിനെ കാണാണ്ടായി പോയോ. അങ്ങനെ നമ്മളിവിടെ മഞ്ചക്കലെത്തി അല്ലേ? മഞ്ചക്കലെത്തി. വയല് വെക്കുന്ന കേട്ടോ. ഇവിടുത്തെ വീട്ടമ്മയാണ് കുടുംബനാഥ. നമ്മളിതൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല കേട്ടാ. നമ്മള് പോന്ന മുരിങ്ങ ഇവിടെ നിറച്ചും പൂവിട്ടിനി. ഇല്ല ഉണ്ടായിക്കില്ല. പൂവുണ്ടല്ലേ? നല്ലോണം പൂവുണ്ടല്ലേ? നല്ലോണം ഉണ്ട് പൂവിട്ടിനി. മുരിങ്ങാച്ചപ്പ് ഇതിന്റെ തിരള് പോലത്തെ ഉണ്ടെങ്കിൽ മതിയാണേ. അത് കിട്ടുവാ. മൂത്തത് വേണ്ട. കാന്താരി മുളകെല്ലാം ഉണ്ട് കേട്ടാ. മുരിങ്ങ ചപ്പ് ഇങ്ങനെ തൂമ്പ് കിട്ടുകയെന്നെങ്കിൽ അതാ നല്ല. അത് പുതിനെല്ലാം ഉണ്ടാക്കി കിട്ടാ അവര്. പുതിന ഉണ്ട്, വഴുതന ഉണ്ട്, നല്ല മുളകെല്ലാം ഉണ്ടാക്കിക്കേ. മുരിങ്ങാ ചപ്പ് ഇങ്ങ് പറിച്ചിനെ ഞാൻ. ഇനി ഇതൊരു കവറിൽ ഇട്ടിട്ട് അങ്ങ് കൊണ്ടുപോവാം. എൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ ഉണ്ടാക്കിയത്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നട്ട് നനച്ച് ഉണ്ടാക്കിയ ഒരു പനമരം അല്ലേ സുമിയ? ആ ചോപ്പ് കളറ്. ഇതല്ലേ ഈ കുരുവല്ലേ? ചോപ്പ് കളറ് വരും കേട്ടാ. ബാ പോരി പോവുക. എന്നാ ഞങ്ങൾ ഇവിടുന്ന് പോന്ന. ഞങ്ങളങ്ങനെ നമ്മളെ പുരക്കെത്തിട്ടോ. ഇനി ഇവിടെ വൃത്തിയാക്കലുണ്ട് മക്കളെ. ഒരുപാട് ജോലി ഉണ്ട്. പിന്നെ നീയ വരണമെങ്കിൽ രാത്രിയാവും. രാത്രി 8 മണിയെല്ലാം കഴിയും അല്ലേ? അപ്പം അത് അവള് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ വീട്ടിലത്തെ ബാക്കിയുള്ള പണികളെല്ലാം ഒരുക്കണം. പിന്നെന്താ, ചോറുണ്ട്, കുറച്ച് കറിയാക്കിയതുണ്ട് ഇന്നലെ. മീനുണ്ട് ഫ്രിഡ്ജിൽ, അപ്പം അത് പൊരിക്കുകയും ചെയ്യും. രാവിലത്തെ കക്രോട്ടി ഉണ്ട്. ബാക്കി ഭക്ഷണമൊക്കെ കുറച്ച്
ആക്കിയതുണ്ട്. അതുകൊണ്ട് വൃത്തിയാക്കലാണ് മെയിൻ. ഇനിയിപ്പം വൃത്തിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയുണ്ട് മേലെ ഉണക്കിയിട്ട് അതൊന്ന് പൊടിപ്പിക്കാൻ പോകണം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി, അടുത്ത വീഡിയോസുമായിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.